പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ഇന്ന് വേറൊരു ഭാഗം പഠിക്കാം. നമ്മൾ ഇപ്പോൾ സെക്കൻഡറി മെത്തേഡ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. അതിനകത്ത് നമ്മൾ സോഷ്യൽ ആക്ഷൻ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത സെക്കൻഡറി മെത്തേഡിൽ രണ്ടാമതായിട്ടുള്ള സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്താണ് എന്ന് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടെക്സ്റ്റിലെ പേജ് 51. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കധികം സമയം കളയാതെ നമുക്കതിലോട്ട് പോകാം. അപ്പോൾ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇറ്റ്സ് നെസസറി ടു നോ ദ മീനിങ് ഓഫ് ദ ടേം അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ സോഷ്യൽ വെൽഫെയർ വി ഹാവ് ഓൾറെഡി ഹേർഡ് ദ ടേം, അല്ലേ? അത് നമ്മൾ കേട്ടിട്ടുള്ള ടേമാണ്. ബട്ട് ബിഫോർ ഗോയിങ് ഇൻ ടു ദ ഡീറ്റെയിൽസ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ ടേം അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ എന്താണ് ഈ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പഠിക്കണം. അതൊരു പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. വാട്ട് ഡു യു മീൻ ബൈ അഡ്മിനിസ്ട്രേഷൻ? So, administration is a cooperative human effort towards achieving some common goals. അതാണ് എൻ്റെ ഡെഫിനിഷൻ. Administration is a cooperative human effort towards achieving some common goals. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു പൊതുവായ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി മനുഷ്യർ സഹകരിച്ച് പ്രവർത്തിക്കുന്നതാണ് എന്താ പറയുക, അഡ്മിനിസ്ട്രേഷൻ അഥവാ ഭരണനിർവഹണം. ഓക്കെ, ഭരണനിർവഹണം എന്നാണ് അതിന് മലയാളത്തിൽ വാക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ, അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷന് സാമൂഹ്യക്ഷേമ ഭരണനിർവഹണം എന്നാണ് മലയാളം കൊടുത്തിരിക്കുന്നത്. സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ സാമൂഹ്യക്ഷേമ ഭരണനിർവഹണം. വെറും അഡ്മിനിസ്ട്രേഷൻ എന്നാണെങ്കിൽ അതിന് ഭരണനിർവഹണം എന്ന് എടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരു പൊതുവായ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി, നമുക്കൊരു പൊതുവായ ഒരു ഗോളുണ്ട്, അത് നേടിയെടുക്കുന്നതിന് വേണ്ടി മനുഷ്യർ സഹകരിച്ച് പ്രവർത്തിക്കുന്നു, ആളുകൾ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നു. അതിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഇറ്റ്സ് എ കോപ്പറേറ്റീവ് ഹ്യൂമൻ എഫേർട്ട്, സഹകരിച്ചുകൊണ്ടുള്ള മനുഷ്യരുടെ പ്രവർത്തനമാണ്. അങ്ങനെയാണ് അത് പൊതുവായ ഇറ്റ് ഈസ് മെൻ ടു അച്ചീവ് സം കോമൺ ഗോൾസ്. അതിന് ചില പൊതുവായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നതാണ് അതുകൊണ്ടുള്ള ലക്ഷ്യം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ ഗ്രൂപ്പ് ആക്ടിവിറ്റികളിലും, അത് കുടുംബത്തിലാവട്ടെ, വ്യവസായശാലകളിലാവട്ടെ, ആശുപത്രിയിലാവട്ടെ, സർവകലാശാലയിലാവട്ടെ, സർക്കാർ വകുപ്പുകളിലാവട്ടെ, ഭരണനിർവഹണം എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ ഭരണനിർവഹണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, കാരണം കോപ്പറേറ്റീവ് ഹ്യൂമൻ എഫർട്ട് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റികളിൽ എല്ലാത്തിലുള്ളതാണല്ലോ. ഗ്രൂപ്പായിട്ട് മനുഷ്യർ പ്രവർത്തിക്കുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ പരസ്പരം യോജിച്ച് പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ അവിടെയൊക്കെ നമുക്ക് ഈ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ പോയിന്റുകൾ. അഡ്മിനിസ്ട്രേഷൻ ഇസ് എ കോപ്പറേറ്റീവ് ഹ്യൂമൻ എഫേർട്ട് ടുവേർഡ്സ് അച്ചീവിങ് സം കോമൺ ഗോൾസ് എന്നത് കാര്യം. ഇനി സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഇൻ സിമ്പിൾ ലാംഗ്വേജ് ഇറ്റ് മീൻസ് ദി മാനേജ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓർ ലുക്കിംഗ് ആഫ്റ്റർ ദ പീപ്പിൾ. ഓക്കെ, അപ്പോൾ സാധാരണ നാടൻ ഭാഷ പറഞ്ഞാൽ എന്താ? ഈ മാനേജ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, കാര്യങ്ങൾ നടത്തുക എന്നർത്ഥം. ഓക്കെ, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, ചുറ്റും നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ മാനേജിങ് പീപ്പിൾ, അല്ലേ? ലുക്കിംഗ് ആഫ്റ്റർ പീപ്പിൾ, ജനങ്ങളെ സംരക്ഷിക്കുക എന്നൊക്കെ അർത്ഥം. ഇൻ സിമ്പിൾ ലാംഗ്വേജ് ഇറ്റ് മീൻസ് മാനേജ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, കാര്യങ്ങൾ നടത്തുക, അല്ലെങ്കിൽ ലുക്കിംഗ് ആഫ്റ്റർ പീപ്പിൾ, ജനങ്ങളെ സംരക്ഷിക്കുക എന്നൊക്കെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സാധാരണ നാടൻ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ സംരക്ഷിക്കുക, കാര്യങ്ങൾ നടത്തുക എന്നൊക്കെ അർത്ഥം. ഇനി ടു അഡ്മിനിസ്റ്റർ, അതായത് ഭരിക്കുക, ഭരണനിർവഹണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മാനേജ്, ഡിറക്റ്റ് ആൻഡ് സെർവ്. അപ്പോൾ ഭരണനിർവഹണം എന്നാൽ നിയന്ത്രിക്കുകയും നിർദ്ദേശം കൊടുക്കുകയും സേവിക്കുകയും ചെയ്യുക എന്നർത്ഥം. അത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. എന്തൊക്കെയാണ് അതിൻ്റെ അർത്ഥം? ഭരണനിർവഹണം എന്നാൽ നിയന്ത്രിക്കുകയും നിർദ്ദേശിക്കുകയും സേവിക്കുകയും ചെയ്യുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ലഘുവായിട്ടിരുന്നോട്ടെ. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ധാരണ നമുക്കിപ്പോൾ ഉണ്ടാവണം. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു പൊതുവായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യർ യോജിച്ച് പ്രവർത്തിക്കുന്ന അതിനെയാണ് നമ്മൾ പൊതുവെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ നിർവഹിക്കുക, ജനങ്ങളെ സംരക്ഷിക്കുക എന്നൊക്കെയാണ്. ഓക്കെ, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, മാർഗനിർദ്ദേശം കൊടുക്കുക, സേവിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രോപ്പർ ഓർഗനൈസേഷൻ ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ ടു അച്ചീവ് ഡിസൈർഡ് എൻഡ്സ്. നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ആളുകളെയും വസ്തുക്കളെയും നമ്മൾ എന്ത് ചെയ്യുന്നു? പൊതുവായ രീതിയിൽ സംഘടിപ്പിക്കുന്നു. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ആരുടെ അഭിപ്രായമാണെന്നറിയോ? LD വൈറ്റ്. ഓക്കെ, LD വൈറ്റ് പറയുന്നത്, അത് നോക്കിയാലേ, LD വൈറ്റ് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിലെ 54ാമത്തെ പേജിലാണ് കേട്ടോ. LD വൈറ്റ് വ്യൂസ് ദാറ്റ് ദി ആർട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഡിറക്ഷൻ, കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് മെനി പേഴ്സൺസ് ടു അച്ചീവ് സം പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ്.
എൽ ഡി വൈറ്റിൻ്റെ വീക്ഷണത്തിൽ ചില ഉദ്ദേശങ്ങളോ ലക്ഷ്യങ്ങളോ നേടുന്നതിന് വേണ്ടി വ്യക്തികൾക്ക് നിർദ്ദേശം നൽകുകയും ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന കലയാണ് ഭരണനിർവഹണം. അപ്പോൾ അവിടെ എന്തൊക്കെ വരുന്നുണ്ട്? ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കണം, ഓക്കെ, ഏകോപിപ്പിക്കണം, അങ്ങനെയുള്ള കാര്യം അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് നമുക്ക് എന്ന് പറയാം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. ഇനി നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്ന് നമുക്ക് നോക്കാം. സോഷ്യൽ വർക്കിൽ എന്താണ് ഈ അഡ്മിനിസ്ട്രേഷനിൽ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ നമ്മളിപ്പോൾ 52ാമത്തെ പേജിലേക്ക് കടന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും 52ാമത്തെ പേജ് നോക്കാം. നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്ക് വേണ്ടത്ര പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. So if you think of it, what are the problems or needs faced by the marginalized and disadvantaged sections of the society? Okay, നമുക്ക് അറിയാം എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കമായിട്ടുള്ള താഴെത്തട്ടിലുള്ള ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ. Okay, so we have a fairly good idea about those problems. ആ പ്രശ്നങ്ങളെ പറ്റി നമുക്ക് ഒരു ധാരണയൊക്കെ ഉണ്ട് അല്ലേ, നമുക്കതറിയാം. We have been learning about it. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന്, ഹൗസിംഗ് എന്ന് പറയുന്ന പ്രശ്നമാണ്. ഹൗസിംഗ് മീൻസ് പാർപ്പിട പ്രശ്നം, വീടില്ലാത്ത പ്രശ്നം. 2, സേഫ് ഡ്രിങ്കിങ്, നോൺ അവൈലബിലിറ്റി ഓഫ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ, ശുദ്ധമായിട്ടുള്ള ജലം കുടിക്കാനുള്ള സുരക്ഷിതമായിട്ടുള്ള ജലം. എന്താണ് സാധാരണ ഏത് വെള്ളം നമുക്ക് മുക്കി കുടിക്കാം? തോട്ടിലൂടെയോ അല്ലെങ്കിൽ പുഴയിലൂടെ ഓടുന്ന വെള്ളം മുക്കി കുടിക്കാൻ സാധിക്കുകയില്ല. ബിക്കോസ് ഇറ്റ് വിൽ ബി കണ്ടാമിനേറ്റഡ്. അത് മാലിന്യങ്ങളുണ്ടാവും. നമുക്ക് കുടിക്കണമെങ്കിൽ എന്ത് വേണം? വി നീഡ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് വെച്ചാൽ സുരക്ഷിതമായിട്ടുള്ള അഴുക്കില്ലാത്ത വെള്ളം നടത്തും. മറ്റൊരു പ്രശ്നമാണ് ലോ ഇൻകം, താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ദേ ഡോണ്ട് ഹാവ് ഇനഫ് ഇൻകം ടു സാറ്റിസ്ഫൈ ദെയർ ബേസിക് നീഡ്സ്. അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള വരുമാനം അവർക്കില്ല. അത് ലോ ഇൻകം എന്ന് പറയും. പിന്നെന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നങ്ങളുണ്ടാവാം. അടിസ്ഥാന സൗകര്യങ്ങളില്ല, അല്ല, റോഡ്, സ്കൂള്, അങ്ങനെയുള്ള സാധനങ്ങളില്ല, ആശുപത്രികൾ തുടങ്ങിയവയില്ല. ഹെൽത്ത് ഫെസിലിറ്റീസ്, എന്തില്ല, ആരോഗ്യ സൗകര്യങ്ങളില്ല. അപ്പോൾ ഇതൊരു ഉദാഹരണം പറഞ്ഞാണ്. ദീസ് ആർ സം ഓഫ് ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദി മാർജിനലൈസ്ഡ് ആൻഡ് ഡൗൺ ട്രോഡൻ ക്ലാസ് ഓഫ് അവർ സൊസൈറ്റി. അത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ നേരെ നോക്കിയാൽ തന്നെ നമുക്കറിയാം എന്താണ് ഇതിനുള്ള പരിഹാരം, ഈ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ്. ഇപ്പോൾ ഹൗസിംഗ് പ്രോബ്ലത്തിനുള്ള പരിഹാരം എന്താ? നമ്മളെന്തുണ്ടാക്കണം? ഹൗസിംഗ് പ്രോഗ്രാമുകൾ ഉണ്ടാക്കണം, അല്ലേ? If the population is having the problem of shortage of houses, what we need to have lots of housing programs, അല്ലേ? നമ്മൾ ഒരുപാട് വീട് നിർമ്മാണം, ഇപ്പോൾ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കേരള ഗവൺമെൻറ് നടപ്പിലാക്കുന്നതാണ് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി, അല്ലെ? ഫ്ലാറ്റുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതുപോലെയുള്ള ഹൗസിംഗ് പ്രോഗ്രാമുകൾ ധാരാളമായിട്ട് ഉണ്ടാവണം. അപ്പോൾ ഹൗസിംഗ് പ്രോഗ്രാമുകളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടും? ഹൗസിങ്ങിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടും. 2, നമുക്ക് ആവശ്യമുള്ള സംഗതിയാണ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കുടിവെള്ള പദ്ധതികൾ, ഡ്രിങ്കിങ് വാട്ടർ പ്രോജക്ട്സ് നടപ്പിലാക്കേണ്ടി വരും. ഇനി ആളുകളുടെ പ്രശ്നം, ഇഫ് ദ പ്രോബ്ലം ഓഫ് ദ പീപ്പിൾ ഈസ് ലോ ഇൻകം, ആവശ്യത്തിന് വരുമാനമില്ല എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ വി നീഡ് ടു ഹാവ് ഇൻകം ജനറേഷൻ പ്രോഗ്രാംസ്. നമ്മൾ എന്തുണ്ടാക്കണം? വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണം. ഇനി ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ് പ്രശ്നമെങ്കിൽ വി നീഡ് ടു ഹാവ് മെനി എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്. നമുക്ക് ഒരുപാട് ഇപ്പോൾ SSIയും RMSIയും പോലെയൊക്കെയുള്ള നിരവധി വിദ്യാഭ്യാസ പരിപാടികൾ ആവശ്യമുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? അടിസ്ഥാന സൗകര്യം, നമ്മുടെ റോഡ്, പാലങ്ങൾ, അങ്ങനെയൊക്കെയുള്ളതാണ്. അപ്പോൾ എന്ത് വേണം? സ്വാഭാവികമായിട്ടും നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് നടപ്പിലാക്കേണ്ടി വരും. ഇനി ആരോഗ്യ സൗകര്യങ്ങൾ എന്താ വേണം? ഹോസ്പിറ്റലുകളും ധാരാളം ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഉണ്ടായി വരണം, അല്ലേ? ഇതൊക്കെയാണ് എൻ്റെ പരിഹാരങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മൾ പ്രശ്നം. ഒരു ചെറിയ ഐഡിയ ഇതിനകത്ത് നിന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, സോഷ്യൽ വെൽഫെയർ സർവീസസ് എന്ന് പറയുന്ന സംഗതികളുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരം നമ്മുടെ ടെക്സ്റ്റിലെ 52ാമത്തെ പേജിലാണ്. സോഷ്യൽ വെൽഫെയർ സർവീസസ് ആർ എ സെറ്റ് ഓഫ് എനേബിളിംഗ് സർവീസസ് ഇൻറ്റൻഡഡ് ടു മീറ്റ് ദ സ്പെഷ്യൽ നീഡ്സ് ഓഫ് ഡിസഡ്വാൻറ്റേജ്ഡ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും അവശത അനുഭവിക്കുന്ന വ്യക്തികളുടെയും സംഘങ്ങളുടെയും സവിശേഷമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള സേവന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്?
സോഷ്യൽ വെൽഫെയർ സർവീസസ് അഥവാ സാമൂഹിക ക്ഷേമ പരിപാടികൾ എന്ന് പറയുന്നു. അപ്പോൾ അതിൽ നിന്നൊരു നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കമായിട്ടുള്ള, ഏറ്റവും താഴെത്തട്ടുള്ള വ്യക്തികളുണ്ട്, സമൂഹങ്ങളുണ്ട്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള ആവശ്യമുണ്ട്. ആ ആവശ്യങ്ങൾ നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ കണ്ടു അല്ലേ, തൊട്ട് മുമ്പത്തെ നമ്മൾ പറഞ്ഞു. അത് നിറവേറ്റുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളാണ് എന്തിനകത്ത് വരുന്നത്, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആരൊക്കെ വരും നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രോജക്ട്സ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ ട്രൈബൽ ഡെവലപ്മെൻറ്റ്, വിമൻ ഡെവലപ്മെൻറ്റ്, വെൽഫെയർ ഓഫ് ദ ഹാൻഡിക്യാപ്ഡ്, ഫിഷർമെൻ, ഷെഡ്യൂൾ കാസ്റ്റ് എക്സെട്ര. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഗോത്രവർഗ വികസനം, അതിനാണ് നമ്മൾ എന്ത് പറയുക, ട്രൈബൽ ഡെവലപ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതാണ് വിമൻ അല്ല, വിമൻ വെൽഫെയർ, സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. വികലാംഗർ എന്ന് നമ്മളിപ്പോൾ പറയില്ല, പകരം എന്ത് പറയും, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, അതാ ഭിന്നശേഷിക്കാർ എന്ന് നമ്മൾ പറയും. മത്സ്യത്തൊഴിലാളികൾ, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അല്ലേ. അതാണ് പിന്നെന്താണ്, ഷെഡ്യൂൾ കാസ്റ്റ്, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടുള്ള, ദളിത് വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾ, ഇവരുടെയൊക്കെ ക്ഷേമത്തിന് വേണ്ടി നടത്തുന്ന പരിപാടികളെയാണ്, അവരുടെ പിന്നോക്കാവസ്ഥയും ബുദ്ധിമുട്ടുകളും പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന സവിശേഷമായ പരിപാടികളാണ് എന്തിൽ വരുന്നത്, സോഷ്യൽ വെൽഫെയർ സർവീസസിൽ വരുന്നത്. ഓക്കെ, ആ ഒരു ധാരണ വേണം. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇതൊക്കെ ഉണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം നമുക്കറിയാം. ഇനി ഇത് വളരെ എഫിഷ്യൻ്റായിട്ട്, എഫക്റ്റീവായിട്ട്, ഫലപ്രദമായ രീതിയിൽ എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതാണ് പ്രശ്നം. അതിനു വേണ്ടിയിട്ട് സോഷ്യൽ വർക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാർഗമാണ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ വിവിധ താഴ്ന്ന തട്ടിലുള്ള, ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ജനവിഭാഗങ്ങളുടെ ഇടയിൽ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി സോഷ്യൽ വർക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് എന്ത്, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. ഇത് നമ്മൾ ടെക്സ്റ്റിലെ 52ാമത്തെ പേജിൽ സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫ് നമ്മൾ നോക്കുന്നതല്ലാണ്. അതിനകത്ത് കുറച്ച് കൂടുതൽ വിവരങ്ങൾ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കേണ്ടത് സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫ് നോക്കുക. സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ഗീവ്സ് ഡ്യൂ ഇമ്പോർട്ടൻസ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ഇൻ ആൻ എഫക്റ്റീവ് മാനർ ബൈ ഐഡൻറ്റിഫൈയിങ് ദ ഫെൽറ്റ് നീഡ്സ് ഓഫ് ദി target group, extending the services to eligible beneficiaries and implementing the programs in the stipulated time frame based on budgetary provisions. അപ്പോൾ അതൊരു നീണ്ട സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിൻ്റെ മലയാളത്തിൽ നമുക്കത് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഉപഭോക്താക്കളുടെ ഫെൽറ്റ് നീഡ്സ്, യഥാർത്ഥ ആവശ്യങ്ങൾ കണ്ടെത്തിയും അർഹരായ ആവശ്യക്കാർക്ക് സേവനങ്ങൾ പ്രദാനം ചെയ്തും ആസൂത്രണ വ്യവസ്ഥ പ്രകാരമുള്ള നിശ്ചിത സമയത്ത് അവ കാര്യക്ഷമമായി നടപ്പിലാക്കിയും സാമൂഹ്യക്ഷേമ പരിപാടികൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് ഔദ്യോഗിക സാമൂഹിക പ്രവർത്തനം പ്രാധാന്യം നൽകുന്നു. അപ്പോൾ അത് മലയാളത്തിൽ നമുക്ക് ഇത്തിരി കൺഫ്യൂഷനാണ്, പക്ഷേ നമുക്കത് ഒന്ന് കഷ്ണമായിട്ട് നമുക്ക് പഠിച്ചു നോക്കാം. സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ഗീവ്സ് ഡ്യൂ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള പ്രാധാന്യം എന്നർത്ഥം, അർഹിക്കുന്ന പ്രാധാന്യം എന്നർത്ഥം. ടു ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ്, സാമൂഹിക ക്ഷേമ പരിപാടികൾ ഭരണ നിർവഹണത്തിന് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നർത്ഥം. ഇൻ ആൻ എഫക്റ്റീവ് മാനർ, അതെങ്ങനെ നടക്കണം, വളരെ ഫലപ്രദമായ രീതിയിൽ നടക്കണം. അതിനുവേണ്ടി എന്ത് വേണം, ബൈ ഐഡൻറ്റിഫൈയിങ് ദ ഫെൽറ്റ് നീഡ്സ് ഓഫ് ദ ടാർഗറ്റ് ഗ്രൂപ്പ്, നമ്മൾ ഏത് ഗ്രൂപ്പിനെയാണോ ലക്ഷ്യം വെക്കുന്നത്, ട്രൈബൽസ് ആവാം, വിമൻ ആവാം, ഹാൻഡിക്യാപ്ഡ് ആവാം, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആവാം, ആരായാലും ആ ടാർഗറ്റ് ഗ്രൂപ്പിൻ്റെ യഥാർത്ഥ ആവശ്യങ്ങൾ, അതാണ് ഫെൽറ്റ് നീഡ്സ് എന്ന് പറയുന്നത്. ഫെൽറ്റ് നീഡ്സ് നമ്മൾ കണ്ടെത്തിയ ശേഷം എക്സ്റ്റെൻഡിങ് ദ സർവീസസ് ടു ദ എലിജിബിൾ ബെനിഫിഷ്യറീസ്, അങ്ങനെ ആ ടാർഗറ്റ് ഗ്രൂപ്പിനെ നോക്കിയിട്ട് അതിനകത്ത് എലിജിബിളായിട്ടുള്ള, അർഹതയുള്ള ഗുണഭോക്താക്കളിൽ സേവനം എത്തിക്കണം. എല്ലാവർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. അർഹതയുള്ള സ്ത്രീകൾ ഉള്ള പ്രോഗ്രാമുകളിൽ എല്ലാ സ്ത്രീകൾക്കും അതിൻ്റെ ആവശ്യമില്ല. സാമൂഹിക സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന സ്ത്രീകൾ കൊടുത്താൽ മതി. അപ്പോൾ എലിജിബിൾ ബെനിഫിഷ്യറിൽ എത്തിക്കണം. ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ദ പ്രോഗ്രാം, ആ പ്രോഗ്രാം നടപ്പിലാക്കണം. എങ്ങനെ വേണം, ഇൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം ഫ്രെയിം, ഒരു പ്രത്യേക ഒരു സമയം, ഇത്ര കാലത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞില്ല. അതാണ് നിശ്ചിത കാലപരിധി എന്ന് പറയുന്നത്. സ്റ്റിപ്പുലേറ്റഡ് ടൈം ഫ്രെയിം, നിശ്ചിത കാലപരിധിക്കുള്ളിൽ നടപ്പിലാക്കണം. അതിന് നമ്മൾ എന്ത് നോക്കണം, ബേസ്ഡ് ഓൺ ബഡ്ജറ്ററി പ്രൊവിഷൻസ്. ഇതിന് ബഡ്ജറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. എത്ര രൂപ ചിലവാക്കാം, എങ്ങനെയൊക്കെ ചിലവാക്കാം എന്ന് മുൻകൂട്ടി നിശ്ചയിക്കുന്ന പരിപാടിക്കാണ് ബഡ്ജറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ബഡ്ജറ്ററി പ്രൊവിഷൻ കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ നിർവഹിക്കാൻ. അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ രീതിയിൽ
ഈ രീതിയിൽ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാരെ കണ്ടെത്തി അവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പരിപാടികൾ നടപ്പിലാക്കുക. അപ്പോൾ അങ്ങനെ നടപ്പിലാക്കുന്ന സമയത്ത് അവരുടെ ഇടയിലുള്ള യഥാർത്ഥ ഗുണഭോക്താക്കളെ കണ്ടെത്തണം. അവരിൽ അർഹതയുള്ളവർക്ക് ആ സേവനങ്ങൾ നൽകണം. അത് കൃത്യമായ സമയപരിധിക്കുള്ളിൽ നൽകണം. ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ പൊതുവെ സോഷ്യൽ വർക്ക് പ്രൊഫഷനകത്ത് നമ്മൾ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, നമുക്ക് അതിനകത്തൊരു ഡെഫിനിഷൻ പഠിക്കാം എന്നുള്ളതാണ്. ഒരു ഡെഫിനിഷൻ പഠിക്കാം. ജോൺ സി കിഡ്നൈ എന്ന് പറയുന്ന സോഷ്യൽ സയൻറ്റിസ്റ്റ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനെ നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ സ്ലൈഡിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിങ് സോഷ്യൽ പോളിസി ഇൻറ്റു സോഷ്യൽ സർവീസസ്. അപ്പോൾ അത് എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? സാമൂഹിക നയങ്ങളെ സാമൂഹിക സേവനങ്ങളാക്കി പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയയാണ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ അഥവാ സാമൂഹ്യ സേവ നിർവഹണം എന്ന് ജോൺ സി കിഡ്നൈ നിർവചിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ നിർവചനം വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിങ് സോഷ്യൽ പോളിസി ഇൻറ്റു സോഷ്യൽ സർവീസസ്. സാമൂഹിക നയങ്ങളെ സാമൂഹ്യ സേവനങ്ങളാക്കി മാറ്റും. അപ്പോൾ സോഷ്യൽ പോളിസി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞൊരു 2 ക്ലാസ് മുമ്പ് പഠിച്ചതേ ഉള്ളൂ അല്ലേ. സോഷ്യൽ പോളിസി സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന അതാണ് സോഷ്യൽ പോളിസി അല്ലേ. പക്ഷേ അത് പോളിസിയായിട്ട് എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ ഇന്ന് പഴയ ഉദാഹരണം നോക്കി കഴിഞ്ഞാൽ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും സൗജന്യമായിട്ടും വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊരു നയം ഉണ്ടാക്കി വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. വി ഹാവ് ടു ഹാവ് ഇനഫ് പ്രോഗ്രാംസ് ടു ട്രാൻസ്ഫോം ദാറ്റ് പോളിസി ഇൻറ്റു ആക്ഷൻസ്. അപ്പോൾ അതിനാണ് നമുക്ക് സാർവശിക്ഷ അഭിയാനും RMS പോലെയുള്ള പരിപാടികൾ. അതിലൂടെയാണ് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്? മുഴുവൻ കുട്ടികൾക്കും, ഈ പ്രായപരിധിയിലുള്ള മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണിത്. അപ്പോൾ ഈ സോഷ്യൽ പോളിസിയെ നമ്മൾ എന്താക്കി മാറ്റണം? സാമൂഹ്യ സേവനങ്ങളാക്കി മാറ്റണം. അതിനാണ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് ആര് പറയുന്നത്? ജോൺ സി കിഡ്നൈ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. The definition encompasses the idea that administration is the process of transforming policies into action programs. ഈ നിർവചന പ്രകാരം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നയങ്ങളെ നടപടികളാക്കി മാറ്റണം, നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ എത്തണം. ഇപ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും തൊഴിൽ പരിശീലനം കൊടുക്കണം എന്നൊരു സോഷ്യൽ പോളിസി കേരള ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അത് അങ്ങനെ ഒരു പോളിസി പ്രഖ്യാപിച്ചിട്ട് യാതൊരു കാര്യമില്ല. അത് ആക്ച്വലി നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള നടപടികൾ ഉണ്ടാവണം. അങ്ങനെ ഗ്രൗണ്ടിൽ ഇത് നടപ്പിലാക്കുന്ന പരിപാടിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ആസ് എ മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് ലുക്സ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജറിയൽ സ്കിൽസ് എമംഗ് ദ പ്രാക്ടീഷണേഴ്സ് ഫോർ ക്യാരിയിങ് ഔട്ട് സ്പെഷ്യലൈസ്ഡ് വെൽഫെയർ സർവീസസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മലയാളം നമുക്ക് നോക്കാം. സാമൂഹ്യക്ഷേമ ഭരണനിർവഹണം സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഒരു രീതി എന്ന നിലയിൽ സവിശേഷമായ ക്ഷേമപരിപാടികൾ നടപ്പിലാക്കുന്നതിന് സാമൂഹ്യ പ്രവർത്തകർക്കിടയിൽ ഭരണനിർവഹണവും ചുമതലാപരമായ ശേഷികൾക്കായി അന്വേഷണം നടത്തുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഇത് ആ സെൻറ്റൻസ് കേട്ട് പഠിക്കൊന്നും വേണ്ട. സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ സോഷ്യൽ വർക്കിലൊരു മെത്തേഡാണ്. അതിനകത്ത് നമ്മൾ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ജോലി ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ നല്ല അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജറിയൽ സ്കില്ലുള്ള ആളുകളെ കണ്ടുപിടിക്കണം. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ ഭരണനിർവഹണപരമായിട്ടുള്ള കഴിവുകൾ, മാനേജറിയൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അതേ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഉള്ള ആളുകളെ കണ്ടുപിടിച്ച ശേഷം എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള പോലെയുള്ള സാമൂഹ്യക്ഷേമ പരിപാടികൾ നടപ്പിലാക്കാൻ അവരെ കൊണ്ട് നടപ്പിലാക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സാമൂഹ്യക്ഷേമ പരിപാടികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഭരണപരമായിട്ടുള്ള കഴിവും നിർവഹണശേഷിയുമുള്ള ആളുകളെ കണ്ടെത്തി അത് ഏൽപ്പിക്കണം. അങ്ങനെ ചെയ്യുന്നതിനാണ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് സോഷ്യൽ വർക്കിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടുള്ള ആളുകൾക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കാൻ കഴിയുന്ന ആളുകളെ കണ്ടെത്തി നിർവഹിക്കുക എന്നുള്ളതാണ് എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സ്കില്ലുകൾ നമുക്ക് ആവശ്യമുണ്ട്. പ്ലാനിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, ഡെലിഗേറ്റിംഗ്, മോണിറ്ററിംഗ്, ബജറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ഇവാലുവേഷൻ തുടങ്ങിയ ധാരാളം ശേഷികൾ ഇതിനകത്ത് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉള്ളവർക്ക് മാത്രം ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കഴിവുകളുള്ള ആളുകൾക്ക് മാത്രമേ. അത് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ആസൂത്രണം ചെയ്യൽ. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആളുകളെ നിയമിക്കൽ നടത്തം.
ഡിറക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർദ്ദേശങ്ങൾ നൽകുന്നർത്ഥം. ഡെലിഗേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ വിഭജിച്ച് നൽകുന്നർത്ഥം. മോണിറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൽനോട്ടം വഹിക്കൽ എന്നർത്ഥം. ബജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരവ് ചിലവ് കണക്കുകളുടെ പിന്നെ വിഭവങ്ങൾ അലോട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ രീതിയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ. റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നടന്ന പ്രവർത്തനങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ തയ്യാറാക്കുന്നതിനാണ്. ഇവാലുവേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂല്യനിർണ്ണയം നടത്തുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും അടുത്ത ഭാഗത്ത് പഠിക്കാനുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ കഴിവുകളൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ആയി മാറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. സോഷ്യൽ വർക്കിലൊരു സെക്കൻഡറി മെത്തേഡാണ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് സമൂഹത്തിലെ ഏറ്റവും ദുർബലരും താഴെത്തട്ടിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സാമൂഹ്യക്ഷേമ പരിപാടികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് സോഷ്യൽ വർക്കിൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ നമ്മൾ നോക്കുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് സാമൂഹിക നയങ്ങളെ സാമൂഹിക നടപടികളാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഭരണപരവും കാര്യനിർവഹണ ശേഷിയുമുള്ള സോഷ്യൽ വർക്കർമാരെ കണ്ടെത്തി ആ പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കുന്നതാണ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് നമുക്ക് ചുരുക്കി പറയാം. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോസസ്സും മറ്റു കാര്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ശരി.